ഹലോ, ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് അല്ല, ചെറുതായിട്ട് നമുക്ക് പേരൊന്ന് നോക്കാം. എൻ്റെ അമ്മയുടെയും എൻ്റെയും കൂടെ ഉള്ള രാവിലത്തെ ചെറിയൊരു പരിപാടികളാണ്. അപ്പം അതിൻ്റെ പേര് നിങ്ങൾ മാറ്റിക്കോളൂ. ഞാനിപ്പം വേറെ പേരിട്ട് കുളമാകുന്നില്ല. നിങ്ങൾ പേര് മാറ്റിയാൽ മതി. ആദ്യം വിളക്കൊക്കെ കൊളുത്തി കുളിച്ച് വിളക്ക് കൊളുത്തിയിട്ട് എന്നിട്ട് ആദ്യം തന്നെ ഞാൻ എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ക്യാബേജ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചായ പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോയതൊന്നും അല്ല കേട്ടോ. രാവിലെ തന്നെ പല്ല് തേച്ച് കഴിഞ്ഞ പാടെയുള്ള എൻ്റെ സ്ഥിരം പരിപാടിയാണ് ചായ കുടിക്കൽ. പെട്ടെന്ന് അളവ് പറഞ്ഞല്ലോ. അമ്മ ഇവിടെ പ്രാഥമിക കൃത്യങ്ങളല്ല, രാവിലത്തെ അടുക്കളയിലെ കൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എനിക്കും അച്ഛയ്ക്കും അമ്മയ്ക്കൊക്കെ അകത്താക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. മത്തങ്ങ പുളിക്കറി കൂട്ടിയാൽ അത് കഴിച്ചാൽ പോലും എനിക്ക് എന്നാന്ന് മനസ്സിലാവാറില്ല കേട്ടോ. ക്യാബേജ് തോരൻ വെച്ചിട്ടില്ല, വെക്കാനുള്ള അരിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കുകയാണ്. നല്ല രുചിയാ. ഇത് ദോശക്കുള്ള മാവ്. ശരി. സ്കൂളിൽ ഓരോന്നും പച്ചമുളകും സവോളയും എല്ലാം കൂടി എടുത്ത് വെച്ചതാ. വഴറ്റ അരയ്ക്കാൻ സ്കൂളിൽ ചെല്ലുമ്പം ഇങ്ങനെ കൂട്ടുകാരൊക്കെ പറയും, നിൻ്റെ അമ്മയുടെ പാചകം സൂപ്പറാട്ടോ, നാളെ കൊണ്ടുവരണം എന്ന് പറയും. ചമ്മന്തി കൊണ്ടുപോകുന്ന ദിവസം പറയും നാളെ കൊണ്ടുപോകാന്ന് പറയും. അതുപോലെ അച്ചാറ്. ഒരു ഫ്രണ്ടിൻ്റെ ഉമ്മയൊക്കെ ഇങ്ങനെ ഇത് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് ചോദിച്ച് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി. അച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് തന്നെ കാണിച്ചു തരാം. അമ്മ ഇവിടെ സുന്ദരിയായിട്ട് നിൽപ്പുണ്ടല്ലോ. ഇപ്പോൾ തൽക്കാലം അമ്മയുടെ പരിപാടിയൊക്കെയാണ്. ഇപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ എന്നെ കാണിച്ചാൽ നിങ്ങൾ ഞെട്ടും. അതുകൊണ്ടാണ് ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ രൂപമൊക്കെ കാണിച്ചു തരാം. തല എണ്ണയൊക്കെ തേക്കണം. അതെ. എണ്ണയൊക്കെ തേച്ച് മുടിയൊക്കെ കെട്ടി വെച്ചു. ഞാനല്ല, എൻ്റെ അമ്മ കെട്ടി തന്നതാണ്. എനിക്ക് ഇങ്ങനത്തെ പണിയൊന്നും പറ്റൂല. ഞാനിപ്പം വന്ന് ചെറുതായിട്ടൊന്ന് മുഖം ഒന്ന് മേക്കപ്പ് എടുക്കാനൊക്കെ പഠിച്ചു. മുടിയെ ഞാൻ തൊട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ആ പണിയൊന്നും നോക്കാറില്ല. അപ്പം അങ്ങനെ അമ്മ മുടിയേൽ എണ്ണയും ഉള്ളിയും അരച്ചങ്ങോട്ട് തേച്ച് തന്നു. ഇനി നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞ് വേണോ? സമയം ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേനും കുളിക്കുക, സുന്ദരിയാവുക. എന്നിട്ട് പിന്നെന്താ സുന്ദരിയായിട്ട് കാണിക്കാം. അതെ. എന്നിട്ട് അമ്മയുടെ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കുക. ജലദോഷം അയ്യോ. നമ്മുടെ ഉച്ചക്കത്തെ ചോറിനുള്ള ക്യാബേജ് മെഴുക്കുവരട്ടി. മനസ്സിലായല്ലോ അല്ലേ അമ്മ പറഞ്ഞത്? തോരനാണ്. തോരൻ അഥവാ വേറെയൊക്കെ പറയും ഉപ്പേരി എന്നൊക്കെ പറയും. ഇവിടെ ഞങ്ങൾ തോരൻ എന്ന് പറയും. പിന്നെ ഇതാ പുളിങ്കറി. പിന്നെ ദോശക്കുള്ള മുളക് അരച്ചത്, പച്ചമുളക് ചൂടാവട്ടെ. ഇനി ദോശയും കൂടെ ചുട്ടാ ഗംഭീരം.